ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് അടുത്തൊരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് വീഡിയോ അല്ല, നമുക്കൊരു ചെറിയ പണിയാണ് ഗൈസ് കിട്ടിയേക്കണത്. വലിയ പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ കുറേ നാളായി വീട്ടിൽ കയറി വെറുതെ ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ അന്നേരം കിട്ടിയൊരു പണിയാണ്, വേറൊന്നുമല്ല, ഒരു വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഇടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി ഏതായാലും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ദേ ഇവിടെ കിടപ്പുണ്ട്. ഈ കിടക്കണതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു JCB ആണ് ഗൈസ്. ഇത് പുതിയൊരു വണ്ടിയാണ്, ഇത് നമ്മുടെ ഗെയിമർ ചങ്കിൻ്റെ ആണ് വണ്ടി. ഇത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ വീട്ടിലൊന്ന് ഇടണം. അപ്പോൾ അവർ വന്ന് കുറച്ച് കഴിഞ്ഞ് എടുത്തോളാം എന്നാണ് പറഞ്ഞേക്കണത്. ഇത് മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഫ്രഷ് വണ്ടിയാണ് ഗൈസ്, ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്ന വഴിയാണ്. ഇത് 4DX മോഡലാണ് ഗൈസ്, നമ്മുടെ JCBയുടെ ഏറ്റവും ടോപ്പ് മോഡലാണ്. ഇത് 2DX 3DXിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഇത് ഇച്ചിരി കൂടി ഹെവി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് 4DX തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഇത് വണ്ടി ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ തന്നെ ഒരു ഭയങ്കര വലിയ ബക്കറ്റൊക്കെ ഉണ്ട്. നമ്മുടെ 2DX 3DXനൊക്കെ ചെറിയൊരു ബക്കറ്റാണ്, പക്ഷേ ഇതിന് ഭയങ്കര വലുതാണ് ഗൈസ്. പിന്നെ പുറയിലും ഉണ്ട് ബക്കറ്റ്. നമുക്ക് ഏതായാലും ഇതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ ഇതേ അകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ JCBയുടെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഒരു ക്യാബിനാണ് ഗൈസ്. ഒരു 2 പേർക്കൊക്കെ സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കാം. അപ്പം നമ്മുടെ 3DXനേക്കാളും ഇച്ചിരി കൂടി ഒരു പൊക്കമുള്ളത് 4DXനാണ്. അപ്പം അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു BS3യുടെ സ്റ്റിയറിംഗ് കൊണ്ടൊന്ന് ചെറുതാക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട് ഗൈസ്. ചെറിയൊരു BS3യുടെ സ്റ്റിയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ GPS ഒക്കെ ഉണ്ട്, മുകളിൽ 2 JBL ഉണ്ട്. നമ്മുടെ 4 ഗിയറാണ് ഗൈസ് ഈ വണ്ടിക്ക് വരുന്നത്. നമ്മൾ നേരെ വണ്ടി എടുത്ത് പോവുകയാണ്, സമയം ഒട്ടും കളയാനില്ല. ഏതായാലും ഫ്രണ്ടിൽ കൊട്ടയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ദൈവമേ കൊട്ട, ഓ ജസ്റ്റ് മിസ് ഗൈസ്. നമ്മുടെ ഫാൻസൊക്കെ അവിടെ നിന്ന് കൈ കാണിക്കുന്നു. നമുക്കേതായാലും 4th ഗിയറിലാണ് ഗൈസ് പോക്ക്. ഏതായാലും ഒരു 100ന് മേളിലോട്ടൊക്കെ ഇതിന് സ്പീഡ് പോകുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാം ഗൈസ്, ഞാൻ പ്രതീക്ഷിച്ചതിലും ബെസ്റ്റാണ് വണ്ടി. നല്ല സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ് ഗൈസ്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൊട്ടയുള്ളതുകൊണ്ട് നമുക്ക് ഒരു വണ്ടിയുടെ തൊട്ട് പുറകിൽ ചെന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി ദൂരത്തുനിന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൊട്ട തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും ഗൈസ്. അയ്യോ നിർത്ത്, ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. നമ്മൾ ആ ഒരു ഫ്ലോയിലിങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇടത്തോട്ടായിരുന്നു പോകേണ്ടത്, നമ്മൾ നേരെ പോയേനെ. ഇപ്പോൾ ബസ്സാണെങ്കിൽ നേരെ അതുവഴി കറങ്ങി വന്നു ഗൈസ്. എന്നാ പറയാനല്ലേ, കർണാടക വണ്ടിയാണ്, അവർക്ക് വലിയ ബോധം വെളിവൊന്നും ഇല്ല. എൻ്റെ പൊന്നണ്ണാച്ചി ഒരിച്ചിരി സൈഡ് തരാവോ? ഈ കൊട്ടയെങ്ങാൻ തട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടി പപ്പടമാകും കേട്ടോ. ഓക്കെ, അവൻ കേൾക്കുന്ന ലക്ഷണം ഇല്ലായിരുന്നു. നമ്മൾ നേരെ ചവിട്ടി പിടിച്ചിങ്ങനെ പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒന്ന് തിരിച്ചെടുക്കണം ഗൈസ്. അയ്യോ, ഈ ഗേറ്റ് വഴിയൊക്കെ കയറുമോ എന്തോ. കൊള്ളാം, നമ്മുടെ കൊട്ടയുടെ അതേ സൈസിനാണ് ഗൈസ് ഇവിടെ ഗേറ്റ് പണിത് വെച്ചേക്കണത്. പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊരു കോളനിയാണ് ഗൈസ്. നമ്മുടെ വീട് ആ പുറകിൽ കാണുന്നതാണ്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ സൈഡിലോട്ട് നിർത്തിയിടാം ഗൈസ്. ഇവിടെ നിർത്തിയിടണ്ട്, ഇവിടുന്ന് നമുക്ക് ഇച്ചിരി നീക്കിയിടാം ഗൈസ്. ഇനി ഇവിടെ വല്ല വണ്ടിയും കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ പണി കിട്ടും. നമുക്കതായാലും ഇങ്ങോട്ട് നീക്കിയിടാം, ഈ സൈഡിലോട്ട് ഇടാം ഗൈസ്. ഈ സൈഡിലോട്ട് ചേർത്ത് അങ്ങ് ഇടുവാണെങ്കിൽ എടുക്കാനും എളുപ്പമുണ്ട്, നേരെ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. നീങ്ങങ്ങോട്ട്. നമ്മൾ 4th ഗിയറിലാണ് ഇട്ടേക്കണത്. സാരമില്ല, പയ്യെ നീങ്ങിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ ആ മരമൊക്കെ നമ്മൾ എടുത്തോണ്ട് അങ്ങ് പോവും. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി ബാക്കോട്ട് എടുക്കാം ഗൈസ്. സെറ്റ്, ഇവിടെ കിടക്കട്ടെ. ഏതായാലും നമുക്ക് താഴെ ഇറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ താഴെ വന്നിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ആന ടയറുള്ളതുകൊണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്, ഇറങ്ങാനും കയറാനും ഒക്കെ. പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോഴും നല്ല ഫ്രഷ് കണ്ടീഷനിലാണ് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടേക്കണത്. ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ 100 സംതിങ് ആയി ഗൈസ്. അത് പോട്ടെ. നമുക്കതായാലും ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.